സുഹൃത്തുക്കളെ, എന്തായാലും നമ്മുടെ ആ ഒരു നിമിഷത്തെ സ്വാതന്ത്ര്യം അവസാനിച്ചു. അതനുസരിച്ച് ഉരുത്തിരിയുന്ന ഒരു ഭരണക്രമം ഇവിടെ അടുത്ത് തന്നെ വരും. ഒരുപക്ഷെ നമ്മളൊക്കെ ഭയപ്പെട്ട പോലെ രണ്ടാമതും ഒരു ഏകാധിപത്യത്തിലേക്കെന്നോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ലോകം അവസാനിക്കാനും ലോകം പൂർണ്ണമായും കൈയടക്കാനും ഈ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോകം ഒന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാണിപ്പോൾ നമ്മൾ ജർമ്മനിയിലും ഇറ്റലിയിലും ഇവിടെയൊക്കെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. സംഗതി പോട്ടെ. നമ്മൾ എന്തായാലും പൗരവിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടാണ് ഞാൻ അവസാനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ലക്ഷ്യമാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതായത് എന്തൊക്കെയാണ് ഒരു പൗരന് ആത്മാർത്ഥതയും അന്തസ്സും അഭിമാനവും സത്യസന്ധതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പൗരന് എന്തൊക്കെ പരിശീലനമാണ് കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വരും. അത് യഥാർത്ഥത്തിൽ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. അതായത് ഒരു സ്ഥാപനവൽക്കരിച്ചു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. അതായത് സ്റ്റേറ്റ് ലെവലിൽ തീരുമാനിച്ച് ഈ കാര്യങ്ങൾ നടത്താൻ എങ്ങനെയൊക്കെ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് എങ്ങനെയൊക്കെ നടത്താം, അതിന് കുറേ സെൻറ്ററുകൾ തീരുമാനിക്കുക, അതിനു വേണ്ട ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുക. ആ ടീച്ചേഴ്സിൻ്റെ ഗുണങ്ങൾ പരമാവധി നല്ല ടീച്ചേഴ്സിനെ തന്നെ ഓരോ പ്രാദേശികമായിട്ടായിരിക്കണം കേട്ടോ ഇത് ചെയ്യണം. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20% അധ്യാപകരും വളരെ ക്വാളിറ്റിയുള്ള, വളരെ ആത്മാർത്ഥതയും കഴിവും ഡിവോഷനും സമർപ്പണബോധവും പ്രതിബദ്ധതയും താല്പര്യവും ഉള്ള അധ്യാപകരാണ്. അവരിലെല്ലാവരും ഒന്നും വേണ്ട. നമുക്ക് ആദ്യത്തെ ഒരു ജില്ലയിൽ 1 എന്നുള്ള രീതിയിൽ മതി. അങ്ങനെ ഒരു കുട്ടികൾക്കും അധ്യാപകനും ലക്ഷ്യം കൊടുക്കുക, ഉത്തരവാദിത്തം കൊടുക്കുക. പക്ഷേ യാതൊരു അതായത് ഉത്തരവാദിത്തം എന്താണ്? കുട്ടികൾ പഠിക്കണം എന്നുള്ള ഉത്തരവാദിത്തം. അതല്ലാതെ സമയത്തിന് ഉപ്പിട്ടോ സമയത്തിന് ക്ലാസ് പോയോ ഇതൊന്നുമല്ല. ഇഷ്ടമുള്ള സമയത്ത് രീതിയിൽ അയാൾക്ക് പഠിപ്പിക്കാം. പക്ഷേ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന പീരീഡിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കണം, അതിനായിരിക്കണം കാശ് കൊടുക്കുക. ഈ രീതിയിൽ ആത്മവിശ്വാസമുള്ള അധ്യാപകർക്ക് മാത്രം എടുത്താൽ മതി. അങ്ങനെയുള്ള അധ്യാപകരെ നമുക്ക് ശരിക്ക് ഒരു എക്സലൻറ്റ് ടീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള എക്സലൻറ്റ് ടീച്ചേഴ്സിനെ അവരുടെയും കൂടി താല്പര്യത്തോടു കൂടി എടുക്കുക. ഒരു നയാ പൈസയും കൂടുതൽ കൊടുക്കണ്ട. കൊടുക്കുന്നതിനെ കൂടുതലാണെന്നർത്ഥം. അങ്ങനെ അതിൽ താല്പര്യമുള്ള, അതായത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ ക്ലാസ് പോവാം, ഇഷ്ടമുണ്ടെങ്കിൽ വരാം. പക്ഷേ കുട്ടി പഠിച്ചിരിക്കണം, അത് ഉറപ്പ് വരുത്തണം. അതല്ലെങ്കിൽ അതിൻ്റെതായ കോമ്പൻസേഷൻ സമൂഹത്തിന് ഇങ്ങോട്ട് തരേണ്ടി വരും. അങ്ങനെ കൊടുക്കാൻ എനിക്കതിന് കഴിയും എന്ന് ആത്മവിശ്വാസമുള്ള അധ്യാപകരുണ്ടെങ്കിൽ അവരെ മാത്രം മതി. അതങ്ങനെ ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞ പൗരൻ്റെ സ്വഭാവ ഗുണങ്ങൾ, അതായത് അവൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്ന് നമ്മൾ ആ ലിസ്റ്റ് കൊടുത്താൽ മതി. അയാളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. പക്ഷെ ഒന്നുണ്ട്, ഒരു പ്രജയ്ക്ക് അടിമക്ക് സബ്ജക്ട്സിന് വേണ്ട സ്വഭാവ ഗുണങ്ങളല്ല. അസൂയ, കുനുട്ട്, വിദ്വേഷം, പക, തൻപോരിമ, സ്വന്തം സമൂഹത്തോടുള്ള പുച്ഛം, ഇതൊന്നുമല്ല വേണ്ടത്.
നമ്മൾക്ക് വേണ്ട ലിസ്റ്റ് കൃത്യമായിട്ട് തയ്യാറാക്കി ആ കാര്യം നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ പിന്നെ അയാൾക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിച്ചോട്ടെ. ഏത് പഠിപ്പിച്ചാലും കുഴപ്പമില്ല. ശാസ്ത്രീയമായി പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മെയിൻ കാഫ് പഠിപ്പിച്ചാൽ പോലും വിരോധമില്ല. അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളും അതുകൊണ്ടുണ്ടായ ഗുണങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും യഥാർത്ഥത്തിൽ സമൂഹം അതിലെങ്ങനെ ഇതൊന്നായിട്ട് പഠിപ്പിക്കുന്നതോടുകൂടി ഈ കുഞ്ഞിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അവബോധമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിന് നമ്മൾ തല്ലുവിടേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഒരു കൗൺസിൽ തയ്യാറാക്കുകയും ആ കൗൺസിലിൽ എല്ലാ ജില്ലകളിലും ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നോ ഒരു ഗുരുകുലം എന്നോ അല്ലെങ്കിൽ മക്തബ് എന്നോ പേര് കൊടുത്തിട്ടുള്ള ഒരു സ്കൂള് ഒരു അധ്യാപകന് കൊടുക്കുക. ഈ അധ്യാപകൻ്റെയും ഈ കുട്ടികളുടെയും പെർഫോമൻസ് നോക്കിയിട്ട് പിന്നീട് നമുക്ക് അത് അത് വ്യാപിപ്പിക്കാം, അത് നല്ലതാണെങ്കിൽ. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ചെയ്യുന്നത്, പ്രാദേശികമായിട്ടും തൃണമൂൽ തലത്തിലുമാണെങ്കിലും ഒരു പ്രയാസമില്ല, അങ്ങനെയും ചെയ്യാം. അതായത് ഈ പഞ്ചായത്തുകളെ യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസം എന്ന വകുപ്പ് പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുക. എത്ര കുട്ടികൾ അവിടെ ഉണ്ടോ, ഇപ്പം നമ്മളെ കുട്ടികൾക്കനുസരിച്ച് കുട്ടികളുടെ തലയെണ്ണിയിട്ടാണല്ലോ അവിടെ ക്ലാസ് റൂമും അതേപോലെ തന്നെ അവിടെ അധ്യാപകരെയും പിന്നെ അവർക്ക് ഗ്രാൻഡും ഇതൊക്കെ കൊടുക്കണം. അതേപോലെ ആ പഞ്ചായത്തിൽ ആകെ എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് ആകെ ഇപ്പം എത്ര രൂപയാണ് ചിലവാക്കുന്നത്, അതിൻ്റെ കൃത്യമായ വിഹിതം, കൂടുതലും വേണ്ട കുറവും വേണ്ട, അത് ആ പഞ്ചായത്തിന് കൊടുക്കുക. പഞ്ചായത്തിനോട് പറയുക, ഇങ്ങനെ ഈ കുട്ടികളെ ഇന്ന ഗുണങ്ങൾ ഇന്ന ലക്ഷ്യങ്ങൾ നിങ്ങൾ സ്ഥാപിച്ചു തരണം, അല്ലെങ്കിൽ ഈ പൈസ ഞങ്ങൾ തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇത് പിന്നെ തരില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പഞ്ചായത്തിലും ഒരു സ്കൂൾ, ആ ഒരു സ്കൂളിൽ മാത്രമല്ല അതിന് അധ്യാപകനെ തീരുമാനിക്കുന്നത് അയാളുടെ ഡിവോഷനും അയാളുടെ പ്രതിബദ്ധതയും അയാളുടെ മുൻ സ്വഭാവവും സമർപ്പണവും ഒക്കെ നോക്കിയിട്ടായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ ഒരാളെ തീരുമാനിച്ച് അങ്ങനെ ആവശ്യമായ ഒരു മോണിറ്ററിങ് സിസ്റ്റം വെക്കുക. ഈ കുട്ടികൾ എന്തായാലും നശിച്ചു പോകാൻ പാടില്ലല്ലോ. അങ്ങനെ ഈ മാത്രമല്ല വൈകൃതങ്ങളായ പിന്നെ മനോഭാവങ്ങൾ, അതേപോലെ പിന്നെ മതഭ്രാന്തിൻ്റെ ചില ആൾക്കാർ, ഇതൊന്നും കടന്നു വരാതിരിക്കാൻ ശരിക്കും കൃത്യമായിട്ട് അവർക്ക് വേണ്ട പരിശീലനം തന്നെ കൊടുക്കണം. അതായത് പലർക്കും ഇന്ന് മതേതരം എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരവസ്ഥയാണെന്നത്. മതേതരം എന്ന് പറഞ്ഞാൽ തൻ്റെ മതം വേണ്ടത്ര ഇതാക്കാം, അതനുസരിച്ച് പിന്നെ മറ്റുള്ളവരെ മതത്തിനെ പുച്ഛിക്കാം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ നമ്മളെ സത്ത പറഞ്ഞ് മനസ്സിലാക്കുക, അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. അങ്ങനെ ഒരു ഇത് ചെയ്യുക. അങ്ങനെ പഞ്ചായത്ത് ലെവലിൽ ഒരു എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാക്കുക. ആ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഒരു അധ്യാപകനെ ഇനി അയാളുടെ വീടായിക്കോട്ടെ, ഇപ്പോഴുള്ള നേരെയുള്ള സ്കൂളായിക്കോട്ടെ, ഇനി അതല്ല പഞ്ചായത്ത് ഓഫീസായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കൃഷിയിടങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആ പഞ്ചായത്തിൽ എന്തൊക്കെ പ്രവൃത്തികളാണ് എടുക്കുന്നത് ആ പ്രവർത്തന മേഖലയിലായിക്കോട്ടെ, അവിടെയൊക്കെ തന്നെ അതാണ് നമ്മളുടെ പരിശീലന കേന്ദ്രം, അതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ എഴുതാനും വായിക്കാനും ആ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അത് സാർത്ഥകമായിരിക്കും. അതേപോലെ അവിടെയുള്ള കണക്കാണ് നമ്മൾ പഠിക്കണമെങ്കിൽ അത് സാർത്ഥകമായിരിക്കും. അതായത് അതിന് ഒരു മീനിങ് ഫുൾ ആയിരിക്കും എന്നർത്ഥം.
ഇങ്ങനെ മീനിങ് ഫുള്ളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന് യഥാർത്ഥത്തിൽ പൂർണ്ണമായ അടിത്തറ ഉണ്ടാവും. അയാളുടെ അറിവുകളോട് ഒരു പുക്കിൾക്കൊടി ബന്ധം ഈ കുഞ്ഞിനുണ്ടാവുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പിന്നീടുള്ള ഭാവിയിൽ ഈ പുക്കിൾക്കൊടി ബന്ധമാണ് അവന് ഈ അറിവുകൾക്കും ഈ സയൻസിനും ടെക്നോളജിക്കും വല്ലതും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അടിപ്പടമായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമുള്ളതൊന്നുമല്ല. എന്തേ വേണ്ടുള്ളൂ, എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പൗരന്, ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിലെ ഒരു പൗരന് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്, സാമൂഹ്യപരമായ എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അത് ഈ ഗുണങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ട ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. നേരെ മറിച്ച് മറ്റ് ഗുണങ്ങൾ, അതായത് ഒരു പ്രജയ്ക്ക് ആവശ്യമായ ഗുണങ്ങളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടായിക്കോളും, അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു സാധനം ഇവിടെ അടുപ്പിക്കരുത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് 20-ാം നൂറ്റാണ്ടിൽ സാമാന്യ ആപേക്ഷികതയോടുകൂടി ഉണ്ടായ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു വികാസം എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന ഒരു ബോധം പോലെ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ്, ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ പൗരബോധവും പൗരസ്വഭാവവും പൗരഗുണങ്ങളും അങ്കുരിപ്പിക്കുക, വികസിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തോളൂ, അതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളതുണ്ട്, അതായത് സ്വാർത്ഥത, അസൂയ, കുനുട്ട്, വിദ്വേഷം, പക, ഇങ്ങനെയുള്ള എന്ത് വൃത്തികേടുകളും വെള്ളക്കാരനാവശ്യമായ വൃത്തികേടുകളും ഇതിൽ കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കൂ. വേറെ എത്രയോ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്താൽ മതി. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഓരോ കുഞ്ഞിൻ്റെയും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട രീതിയിലാണ് നമ്മൾ ഗണിതവും ശാസ്ത്രവും ഭാഷയും സാമൂഹ്യശാസ്ത്രവും ചരിത്രവും സംസ്കാരവും ഒക്കെ പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെ സ്വയം അവൻ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അവൻ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര എന്തായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 140 കോടി ജനങ്ങളുടെ തലച്ചോറ്, അതിൽ 5-1 ഉണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ 5 4 ആ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഈ ഭൗതികമായ വികാസം, ബുദ്ധിപരമായ വികാസം എത്ര വലിയ എക്സ്പ്ലോഷനാണ് ഉണ്ടാക്കുക, എത്ര കണ്ട് വിപ്ലവമാണ് ഉണ്ടാക്കുക. ലോകത്തിന് ഒരിക്കലും മറ്റൊരു ലോകത്തിനും മറ്റൊരു രാജ്യത്തിനും നമ്മളെ അടുത്തെത്താനേ പറ്റില്ല എന്നതിന് നമ്മുടെ ഈ സാധനം തന്നെ, അതായത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും വികസിതമായ മനുഷ്യ മസ്തിഷ്കം ഏറ്റവും കൂടുതലുള്ളത് നമുക്കാണ്. അത് മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ പഴയ രീതി അവിടെ എടുത്തു വെക്കണം. അതായിക്കോട്ടെ, ഇപ്പോൾ നടക്കണ പോലെ നടന്നോട്ടെ, അതിനും വിരോധമില്ല. പക്ഷെ പുതിയ രീതി കണ്ടെത്താൻ ഇതിന് പാരലായിട്ട് തന്നെ സമാന്തരമായിട്ട് നമ്മൾ ശ്രമിക്കുകയും അതിന് വളരെ പ്രധാനമായ ഒരു കൗൺസിൽ, ഒരു റിസർച്ച് കൗൺസിൽ തന്നെ ഉണ്ടാക്കുകയും
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ SCRT എന്നൊക്കെ പേരൊക്കെ വെച്ചാൽ പോരാ, കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാനും അതിന് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും പരീക്ഷകളും നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അത് വളരെ പെട്ടെന്ന് ചുരുങ്ങിയതൊരു 4-5 കൊല്ലം കൊണ്ടെങ്കിലും നമ്മളെ വിദ്യാഭ്യാസം എത്രയോ ഉന്നതമാണ്. വിദ്യാഭ്യാസ രീതി വളരെ ഇപ്പോഴുള്ളത് പ്രജകൾക്കുള്ളതാണെന്നും യഥാർത്ഥത്തിൽ നമ്മൾ ഈ റിസോഴ്സസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ വളരെ പെട്ടെന്ന് വികസിക്കാനും പുരോഗതിക്കും കഴിയും എന്ന് മനസ്സിലാക്കാനും അതുവഴി ഇതിങ്ങനെ ഒരു ചെറിയ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നോ ഗുരുകുലങ്ങളെന്നോ പറഞ്ഞ അവിടെയുള്ള കുട്ടികളുണ്ടാവുന്ന വ്യത്യാസം, മാറ്റം, മികവ് മറ്റുള്ള കുട്ടികൾക്കും അതേപോലെ അടുത്ത സ്കൂളുകൾക്കും ഒക്കെ തന്നെ ഒരു മാതൃകയാവാനും അവർ കൂടെ സ്വീകരിക്കാനും യാതൊരു സംശയമില്ല. ഇതിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ പഞ്ചായത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ പഞ്ചായത്തിൻ്റെ താല്പര്യത്തോടു കൂടി, താല്പര്യമുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവും, ഇല്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് താല്പര്യം തന്നെ ഉണ്ടാവും, നിങ്ങൾ ബേജാറാവണ്ട. കാരണം ഇത് അത്രയും അടിസ്ഥാനപരമാണ്. അതുകൊണ്ട് തന്നെ വേണ്ട റിസോഴ്സൊക്കെ അവിടെ അവർ തന്നെ ഉണ്ടായിക്കോളും. കുട്ടികൾക്ക് ഏറ്റവും നല്ല പഠനത്തിനും പരിശീലനത്തിനും പ്രയോഗത്തിനും പരീക്ഷണങ്ങൾക്കും എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മളൊന്നും നോക്കണ്ട, മോളൊന്നും നോക്കണ്ട, അത് ആ പഞ്ചായത്ത് തന്നെ ചെയ്തോളും. ഈ പഞ്ചായത്തുകൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു മത്സരം തന്നെ നടക്കട്ടെ. ഏറ്റവും കൂടുതൽ കുട്ടികളെ ഈ ഉന്നത നിലവാരത്തിൽ അവരുടെ പഠന നിലവാരം ഏറ്റവും ഉയർന്ന നിലവാരത്തിലാവുന്നത് ഏതൊക്കെ പഞ്ചായത്തുകളാണെന്നും ആ പഞ്ചായത്തുകളെ എപ്പോഴും എല്ലാ വർഷവും ഒരു നല്ല മോണിറ്ററിങ്ങിലൂടെ കണ്ടെത്തുകയും അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇത് മുന്നോട്ട് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു പ്രയാസമുള്ളതല്ല. നമ്മളെ പഴയ ആ രീതി ഒന്ന് ഒഴിവാക്കിയാൽ മതി. ആ പ്രജാവിദ്യാഭ്യാസ രീതി എന്നത് പ്രജകളെ ഉണ്ടാക്കാനുള്ളതാണെന്നും കുഞ്ഞിൻ്റെ മാനസികമായ കഴിവുകളെ അടച്ചിടാനും അത് മരവിപ്പിക്കാനും ഉള്ളതാണെന്നും അതിനാണ് 10 വർഷം ഉപയോഗിക്കുന്നതും എന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ 10 കൊല്ലം കൊണ്ട് കുഞ്ഞ് എന്താവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം? അത് 10 കൊല്ലം നമ്മൾ ഹോമിക്കാണ് കുഞ്ഞിനെ. ആ 10 കൊല്ലം കൊണ്ട് സാധാരണ ഒരു കുഞ്ഞ് എന്തൊക്കെ കഴിവുകളുള്ള അവൻ്റെ ഇഷ്ടമുള്ള കഴിവ് മതി. അത് ചെറിയ രീതിയിൽ മാത്രമേ നമ്മൾ സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന മേഖലകളിലേക്ക് തിരിച്ചുവിടുക. സാധാരണ നിലക്ക് അങ്ങനെ തന്നെ ആയിക്കോളും. കാരണം ലോകത്ത് ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക വികാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിതൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് അതിനെ മുന്നിൽ നിൽക്കാൻ, അതിനെ നയിക്കാൻ പറ്റുന്ന ഇനി വരുന്ന തലമുറകളിൽ നമ്മുടെ ഷെയർ ഉണ്ടാക്കലാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അതിനെ കുറച്ച് ഗൗരവമായിട്ട് ഇതിനെ കാണണം. ഇന്നും നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട വെള്ളക്കാരൻ്റെ അടിമകളും പ്രജകളും ആയിട്ട് ഇരിക്കുന്നത് സങ്കടകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ നമ്മൾ വേണു കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം മരിച്ചു അല്ലെങ്കിൽ തകർന്നു എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം, ഞാൻ വലിയ വിവരമുള്ള ആളൊന്നുമല്ല, പക്ഷേ എനിക്ക് കൃത്യമായ വ്യത്യസ്തമായ, ഞാനും അദ്ദേഹം പഠിച്ചത് ഫിസിക്സാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ആ ഫിസിക്സിൻ്റെ അടിത്തറയിൽ
ഈ മാർക്സിസത്തെയും കമ്മ്യൂണിസത്തെയും സാമൂഹ്യ വികാസത്തെയും മറ്റെല്ലാ ചലനങ്ങളെയും മാറ്റങ്ങളെയും കാണാനുള്ള ഒരു പുതിയ രീതി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ മാർക്സിസം കെ വേണുവിൻ്റെ മാർക്സിസം എന്തുകൊണ്ട് പരാജയപ്പെട്ടു അല്ലെങ്കിൽ തകർന്നടിഞ്ഞു എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിശകലനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് 1-2 എപ്പിസോഡുകൾ കൊണ്ട് തീരില്ല, എന്നാലും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഈ ഗൗരവമായിട്ട് ഇത് ചിന്തിക്കണമെന്നും ഇത് കാണുന്ന പ്രത്യേകിച്ചും അധ്യാപകരെങ്കിലും ഇത് പരമാവധി ഷെയർ ചെയ്യണം. ഒരു 5 പേർക്കെങ്കിലും ഷെയർ ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകളിൽ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളെ ആശങ്കകളും ആകുലതകളും അതിൽ പങ്കുവെക്കണം. നമുക്ക് അന്യോന്യം ഈ രീതി കൂടുതൽ ഡെവലപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.